അല്ല കൂട്ടുകാരെ, ഒരു ഫിഷ് മോളി ഉണ്ടാക്കാം. ഫിഷ് മോളി ഉണ്ടാക്കാനായിട്ട് നെയ്മീനാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം 3 പീസ് നെയ്മീൻ കഴുകി വൃത്തിയാക്കിയതിലേക്ക് പാകത്തിന് ഉപ്പും 1 സ്പൂൺ മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് മാരിനേറ്റ് ചെയ്തു. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കരിവേപ്പില അല്ലെങ്കിൽ പുതിനയില നിരത്താം. അത് നിരത്തിയിട്ട് ഈ മീൻ വറുത്തെടുക്കാം. ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഒരു വശം ബ്രൗൺ കളറാകുമ്പോൾ മറുവശവും കൂടെ തിരിച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇതെടുത്ത് കഴിഞ്ഞ് ഈ മീൻ മാറ്റിക്കഴിഞ്ഞ് ആ എണ്ണയിലേക്ക് തന്നെ ബാക്കി ചെയ്താൽ മതി. അപ്പം മീൻ പീസസ് വറുത്ത് കോരിയെടുത്ത് വെക്കാം. ആ എണ്ണയിലേക്ക് തന്നെ ഒരു സവോള, ഒരു തക്കാളി, ഒരു പച്ചമുളകാണ് വേണ്ടത്. അപ്പം ആദ്യം തന്നെ ഒരു ഏലക്ക, ഒരു പട്ട, ഒരു കരയാമ്പ് ഒന്ന് താളിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, പച്ചമുളക്, പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ടു. ഒരു 1 സ്പൂൺ കോൺഫ്ലവർ പൊടിയും കൂടെ ഞാനിട്ടു. ഇതെല്ലാം കൂടി ഒന്ന് വഴന്ന് ചെറിയ ബ്രൗൺ കളറാകുമ്പോഴത്തേക്കും ആണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി എടുത്ത് വെക്കാം. തക്കാളിയും കൂടി ചേർത്തൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും 2-ാം പാൽ ഒഴിക്കണം. 1/2 മുറി തേങ്ങയുടെ 1ഉം 2ഉം പാലുകളാണ് എടുത്തത്. 1/2 മുറി തേങ്ങയുടെ 2-ാം പാൽ ഒഴിച്ച് തിളച്ച് വരുമ്പോഴത്തേക്കും ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ പീസസ് എടുത്ത് ഇതിലേക്കിടാം. അതൊന്ന് തിളച്ച് ചാറ് കുറുകണം. കുറുകി കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് തലപ്പാൽ ഒഴിക്കുക. തലപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അധികം നേരം തിളപ്പിക്കണ്ട, പെട്ടെന്ന് തന്നെ തിള വരുമ്പോഴത്തേക്കും ഓഫ് ചെയ്യുക. അപ്പോൾ പാകത്തിന് ഉപ്പുണ്ടാവും, വിനാഗിരിയൊക്കെ ഇട്ടിട്ട് റെഡിയാക്കാം. ഓക്കെ.